നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എങ്ങനെയുണ്ട്? നല്ലതാണ്. +1 +2 കൂടെ തന്നെ എൻട്രൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂൾ അടിപൊളിയാണ്. ഓക്കെ, ഇൻ്റഗ്രേറ്റിലോട്ട് വരാൻ നിങ്ങൾക്ക് ആരാണ് ചൂസ് ചെയ്തത്? ഇൻ്റഗ്രേറ്റഡ് എന്നൊരു ഓപ്ഷൻ ആരാണ് നിങ്ങളിന്ന് ചൂസ് ചെയ്തത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ പപ്പ ചൂസ് ചെയ്ത് തന്നതാണ്. ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു എനിക്ക് നീറ്റ് എഴുതണം എന്ന്. അപ്പം പപ്പ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് റെഫർ ചെയ്ത് ആൽഫ എന്നൊരു ഓപ്ഷൻ എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ ഓരോ വീഡിയോസ് കണ്ടു. അപ്പോൾ എല്ലാം കാണുമ്പോഴും പ്രോഗ്രാംസ് ആയിക്കോട്ടെ, സ്റ്റഡി എല്ലാത്തിനും അവരുടെ ഇവിടെ സ്കൂളിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്. ഞാൻ 8th തൊട്ട് ഇൻ്റഗ്രേറ്റഡ് എന്നൊരു സംഭവം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ 10th ആയപ്പോൾ ഞാൻ പാരൻസിൻ്റെ അടുത്ത് ഇത് ബോധിപ്പിച്ചു. ലൈക്ക് എനിക്ക് +1 +2 കൂടെ നീറ്റ് കൂടെ പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ അവരത് പിന്നെ അതിനെപ്പറ്റി കുറേ സെർച്ചൊക്കെ ചെയ്തു, ഫ്രണ്ട്സിനോട് ചോദിച്ചു, അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടു, സോഷ്യൽ മീഡിയാസിലൊക്കെ നോക്കിയപ്പോൾ അപ്പോൾ അവരെന്നോട് ഒരു സജഷൻ തന്നു, ആൽഫ ജീനിയസ് ഓക്കെ ആയിരിക്കുമോ ചോദിച്ചപ്പോൾ ഞാനും കൂടുതൽ സെർച്ച് ചെയ്തു. പിന്നെ വന്ന് ക്യാമ്പസ് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല ക്യാമ്പസ് ആയിരിക്കും എന്ന് തോന്നി. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മുടെ ക്യാമ്പസ്? എങ്ങനെയുണ്ട് ക്യാമ്പസ് ആയിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. ഹോസ്റ്റലും ക്യാമ്പസും എല്ലാം ലൈഫ് ഒരു പുതിയൊരു വേയിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഓക്കെ, മോൾക്ക് ക്യാമ്പസിനെ പറ്റി എന്താണ്, എങ്ങനെയുണ്ട്? മോളുടെ ഒരു പുതിയ, ഇപ്പം നിങ്ങൾ ദൂരത്തുനിന്ന് വന്ന കുട്ടികളാണ്, സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആൽഫ ജീനിയസ് എന്ന് പറഞ്ഞ ക്യാമ്പസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പേഴ്സണലി? ആൽഫ ജീനിയസ് വെച്ചാൽ ടീച്ചേഴ്സും ആയാലും നല്ല ഫ്രണ്ട്ലി ആണ്. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമുക്ക് ദൂരത്തു നിന്ന് ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ഫ്രണ്ട്സിനെ കിട്ടും. ടീച്ചേഴ്സ് ആയിക്കോട്ടെ നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്, അവരതുപോലെ ഫ്രണ്ട്ലി ആണ്. ഹോസ്റ്റൽ ആയിക്കോട്ടെ ഒരു നമുക്ക് ഫ്രീഡം എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്, എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം. നമ്മുടെ ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കോഴിക്കോട് വന്നിട്ട് ആലപ്പുഴയുടെ ഫുഡ് എങ്ങനെയാണ്? ആലപ്പുഴയുടെ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റി. ആലപ്പുഴയുടെ എന്നല്ല, നമ്മുടെ ഹോസ്റ്റലിലെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് അടിപൊളിയാണ് ശരിക്കും. എല്ലാം ഓരോ ടൈപ്പ് ഫുഡ് ഓരോ ദിവസം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ നല്ലതാണ്. മോൾക്ക് എങ്ങനെയുണ്ട് ഫുഡ്? വേറെ ഹോസ്റ്റലൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടുത്തെ ഹോസ്റ്റലിൽ നല്ല ബെറ്ററാണ്, നല്ല ഫുഡും കാര്യങ്ങളെല്ലാം. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ ഒരു ബ്രിഡ്ജ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. സോ ബ്രിഡ്ജ് കോഴ്സിനെ പറ്റി എന്താണ്, എങ്ങനെയുണ്ട്? നിങ്ങൾ പുതിയൊരു അടുത്തോട്ട് വന്ന് പുതിയ ടീച്ചേഴ്സിനെ കണ്ടു, പുതിയ ആൾക്കാർ, പുതിയ രീതികൾ, എഡ്യൂക്കേഷൻ രീതി. സോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് പോയിട്ട് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക്? ശരിക്കും മിസ്സുമാരൊക്കെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ബേസിക്സ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഈ കാര്യം ഇതാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ആ ഒരു ബുക്കിലോട് ഫെമിലിയർ ആവുന്നതിന് പകരം അവർ ഓൾറെഡി ഫെമിലിയർ ആക്കി കൊണ്ടുവന്ന് പഠിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണോ ഹോസ്റ്റലിലും ഒക്കെ? അതെ, രാത്രിയിലൊക്കെ ഡൗട്ട്സ് വന്നാൽ ക്ലിയർ ചെയ്യാൻ ടീച്ചേഴ്സ് ഹോസ്റ്റലിൽ തന്നെ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മറ്റ് ടീച്ചേഴ്സ്, മറ്റ് സബ്ജക്റ്റുകൾ, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റുകൾ ഏതാണ്? എനിക്ക് പേഴ്സണലി സയൻസ് ആണ് ഇഷ്ടം. ഓക്കെ, സയൻസിൽ ഏതാണ്? നമ്മൾ ബയോളജി ആണോ? അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഇല്ല, സയൻസ് ഇഷ്ടമാണ്. സയൻസ് ഇഷ്ടമാണ്. മോൾക്ക് കെമിസ്ട്രി കുറച്ചും കൂടി ഇഷ്ടമാണ്. കെമിസ്ട്രി. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താകാനാണ് ആഗ്രഹം? എനിക്ക് MBBS എടുക്കാനാണ് എനിക്ക് BSc നഴ്സിംഗ് എടുത്ത് യൂറോപ്യൻ കൺട്രീസൊക്കെ പോകണമെന്നാണ് ആഗ്രഹം. ഓക്കെ, നമ്മുടെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂള് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പിന്നെ പഠിപ്പിക്കുന്ന രീതി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഇൻറ്റിഗ്രേറ്റഡ് ഞാൻ ചൂസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നീറ്റ് ക്രാക്ക് ചെയ്യാനും കൂടെയാണ് ഞാൻ. പിന്നെ എൻട്രൻസും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഇൻ്റഗ്രേറ്റഡ് പഠിച്ച് അഭിപ്രായം പറഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്? അതോ എങ്ങനെയാണ് നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് ഇങ്ങനെ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിനെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ്? എൻ്റെ ഒരു ഇക്ക ഇവിടെ പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഐക്ക പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. നല്ലൊരു ക്ലാസ്സസ് ആണ്, ടീച്ചർമാർ നല്ല സപ്പോർട്ടാണ്, നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. ഒരു ഫ്രണ്ട്ലി ക്ലാസ് പോലെ പോകുന്നത്. പിന്നെ നമുക്ക് സാധാരണ ഒരു +1 +2 സ്റ്റേറ്റ് സിലബസോ നാട്ടിൽ നിന്ന് പഠിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സസ് അത് കഴിഞ്ഞ് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷനൊക്കെ പോകണമെന്ന് പറഞ്ഞ്. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ക്ലാസ്സസിൻ്റെ കൂടെ ട്യൂഷനും എല്ലാം പോകുന്നുണ്ട്. ബട്ട് നമുക്ക് ഒത്തിരി നേരം പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് ഇവിടെ വന്ന്. നിങ്ങൾക്ക് എങ്ങനെയാണ് വീട് വിട്ടു നിന്നപ്പോൾ ഉള്ള ഹോം സിക്നെസ്? ഞാൻ ആദ്യമായിട്ടാണ് മാറിയിരിക്കുന്നത്, എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു ഉണ്ട്. അപ്പം ഇവിടെ വന്ന ശേഷം എല്ലാം പതുക്കെ മാറി വരുന്നു. കാരണം ഞാൻ വന്നപ്പം നിന്ന അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പം. കാരണം എനിക്ക് ഇവിടെ മൊത്തം ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ടീച്ചേഴ്സും സ്റ്റാഫുകളും സ്കൂളും ഒക്കെ എങ്ങനെയുണ്ട്?
അതെല്ലാം സൂപ്പറാണെന്ന് പറയാം. സൂപ്പറാണ്. ഓക്കെ, നമ്മുടെ ഹോസ്റ്റലെല്ലാം നല്ല ഹോസ്റ്റലാണ്, നല്ല ഫെസിലിറ്റീസ് ഉള്ള റൂംസ് ആണ്, ഓക്കെ നല്ല ബാത്റൂംസ് ആണ്. ആണ്. ഫുഡിന്റെ കാര്യം പറയാനാണെങ്കിലോ, നിങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് ആലപ്പുഴയ്ക്കും അല്ലെങ്കിൽ കായംകുളത്തു നിന്ന്, കായംകുളം വലിയ ദൂരമില്ലെങ്കിലും കായംകുളത്തു നിന്ന് ആലപ്പുഴയ്ക്ക് വരുമ്പോഴും എങ്ങനെയുണ്ട്? ഫുഡെല്ലാം ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾ നല്ല ഫുഡാണ് കൊടുത്തത്. ആണ്.